എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ആദാം യജമാനനാണ്. അവനോട് പറഞ്ഞത് വാഴുക എന്നാണ്, ഭൂമിയെ വാഴുക. എന്നാൽ പാപം ചെയ്തതോടുകൂടി യജമാനൻ പെട്ടെന്ന് ദാസനായി. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വന്നേ, ഒരു ദരിദ്ര കുടുംബത്തിൽ, ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു, അവനെ ദൈവം സകലത്തിനും യജമാനനാക്കി മാറ്റി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അനുസരണക്കേട് കൊണ്ട് ഒരു യജമാനൻ ദാസനായപ്പോൾ ക്രൂശിലെ മരണത്തോളം ദൈവത്തെ അനുസരിച്ചവനെ, ആ ദാസനെ യജമാനനാക്കി മാറ്റി, തികഞ്ഞവനാക്കി തീർത്തു. സ്തോത്രം. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായി ഇവിടെ നിൽക്കുന്നവൻ, പിറന്നു വീഴാനൊരിടമില്ലാത്തവൻ. എന്നാൽ ഇന്നോ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാ. ഇന്നവന്റെ തികവ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൊലോസ്യ ലേഖനം 1:15 പഠിച്ചാൽ മതി. സ്വർഗത്തിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊരിന്ത്യർ 1:15-27 സകലവും അവന്റെ കാൽ കീഴാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പിറന്നു വീഴാൻ ഒരിടമില്ലായിരിക്കാം, കാലിൽ തൊഴുത്തിലായിരിക്കാം പിറന്നു വീണത്, ഉടുതുണിക്ക് മറുതുണിയിലായിരിക്കാം, എന്നാൽ അവനെ തികഞ്ഞവനാക്കുന്ന ഹല്ലേലൂയ ആ പിതാവിങ്കിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ആരാധന പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ നിങ്ങളെ മാറ്റിമറിക്കാൻ ആ ദൈവത്തിന് കഴിയും. ആ ക്രിസ്തുയേശുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, വായിച്ച വാക്യം എങ്ങനെയാ? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവനെ ഞങ്ങൾ അറിയിക്കാനാണ് ഇവിടെ വന്നത്. ഈ സ്റ്റേജിൽ എന്നെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും